നമ്മളെ ചട്ടിപ്പറമ്പ് ചന്തയില് ആര് ഞാൻ ഇത്രയും നേരം ചളി ചവിട്ടി ചന്തയില് ചളി ഉണ്ടാവൂലേ ചന്തയിൽ വരുന്നവർക്ക് എന്താ അല്ലാ വല്ലാത്ത ജാതി ഒന്നും കിട്ടണില്ലാന്ന് അല്ല അതൊക്കെ ഇവിടെ ഈ മാണിക്കക്കല്ല് പൂകല് എന്താ വില ഉള്ളത് ആ തലക്കുന്ന നമ്മളാ അവിടെ നിന്ന് കണ്ടിട്ട് എങ്ങനെ വരുന്നത് 2,45,000 പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ 28 ഇവിടെ ഈ 3 ഒരേ മീനിയാ 43 മീനിക്ക് ഇപ്പം എന്താ മാറ്റണ്ടല്ലോ ഒരു മുറയിൽ പെടുമല്ലോ മൊറ ഇനം ക്രോസാണ് അല്ല പാണ്ടിക്കാട് മുജീബിന് എന്താ ഒരു പുച്ഛം അല്ല 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 എവിടേക്കാണ് പോവല്ലേ ഇവിടെ വരി എന്താ വലിയ വലിയ ആൾക്കാരായിരുന്നു കജ്മർ ആടയാണ് അല്ലേ സൈഫുള്ളേ ആ അപ്പൊ ഇതാണ് ഇന്നത്തെ നമ്മളെ വളർത്തുകുട്ടികൾ കേട്ടോ മുത്തുമണികളെ ഈ വക സാധനങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നോളി മുത്തുവിന് എവിടെ ആരോട് നിങ്ങൾ കൊറേ നേരെ നോക്കിക്കൽ തുടങ്ങിയിട്ട് അത് കൊടുക്കി കഴിച്ചാൻ പാടില്ലാന്ന് അപ്പൊ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ചട്ടിപ്പറമ്പ് ചന്തയിലെ കാഴ്ചകൾ വളർത്തുകുട്ടികളാണ് അല്ല മൊയ്തീൻ്റെ കുട്ടികൾ അപ്പോളിയിലുണ്ട് ഇതാ നിൽക്കണ നമ്മളെ മൊയ്തീനിപ്പോ ഒന്ന് ചിരിച്ചു കാണുന്നുണ്ട് അസ്ലമേ ആ സാഹിബ് ഒന്ന് ചിരിച്ചു കാണിക്കുന്നുണ്ട് അറിയപ്പോ മനസ്സിൽ ലഡ്ഡു പൊട്ടിക്കണ തിരിച്ചാ അങ്ങനെ വെറുതെ അല്ല അപ്പൊ ഇതാണ് ഇന്നത്തെ നമ്മളെ ചട്ടിപ്പറമ്പ് ചന്തയിലെ വളർത്തുപോത്തുങ്ങൾ കേട്ടോ അത്യാവശ്യം പോത്തുംകുട്ടികളുണ്ട് ഏതാ വേണ്ട വെച്ചാൽ കൂട്ടത്തിൽ നിന്നൊക്കെ തിരഞ്ഞെടുക്കാം അപ്പോൾ ഈ വക സാധനങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് ചന്തയ്ക്കൊക്കെ ഒന്ന് വന്ന് നോക്കി എടുത്തുള്ള ആളുകളൊക്കെ അപ്പോൾ നമ്മളെ ഉസ്മാൻ മുണ്ടയിലുണ്ട് അങ്ങേ സൈഡ് ഫുള്ള് ചളിയാണ് നല്ല നല്ല വളർത്തുകുട്ടികളുണ്ട് അതേപോലെ കാളകൾ ഇതാ മമ്പാടന്മാരെ കാളകളുണ്ട് ഇതൊക്കെയാണ് ഇന്നത്തെ കാഴ്ചകൾ കേട്ടോ അപ്പോൾ അതൊക്കെയാണ് മഴ ആയിട്ട് ആൾക്കാരൊന്നും വല്ലാതെ ഇങ്ങോട്ട് ഇറങ്ങിയിട്ടില്ല ചളിയായിട്ട് ഈ കണ്ട കാഴ്ചകളൊക്കെയാണ് ചന്തയിൽ തിരിയാണല്ലോ കന്നുകളൊക്കെ ഒന്ന് റെഡിയാക്കടാ അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ചന്തയിൽ നിന്നത്തെ കാഴ്ചകൾ കേട്ടോ അല്ല മൊയ്തീൻ സാഹിബ് ഇതൊക്കെ എങ്ങനെയാണ് മെഹർ വരുന്നത് ഏകദേശം 37 ചോദ്യമുള്ളൂ 36 മേനിക്ക് 45 ചോദ്യം അപ്പോൾ ഇത് ഇങ്ങനെ പലതും പല റേറ്റ് ആണ് അല്ലേ ഇന്ന് എത്ര കുട്ടികളുണ്ട് ഏകദേശം 26 കുട്ടികളുണ്ട് അപ്പോൾ അതാണ്ട മൊയ്തീൻ്റെ കുട്ടികളാണ് ഇതൊക്കെ നല്ല കൊമ്പ് നിലയൊക്കെ 35 ലെവലിലേക്കൊക്കെ ഇങ്ങോട്ട് പോരുന്നാണ് പറഞ്ഞത് നല്ല നല്ല കുട്ടികളാണ് ഒരു 500 കിട്ടിയ പൂസെന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ കൂട്ടത്തിൽ ഇതാ നല്ല വളർത്തുകുട്ടികൾ എത്തി തുടങ്ങിയിട്ടുണ്ട് ആവശ്യക്കാരെന്തായാലും വന്നോളി ചന്തയ്ക്കൊന്നും മോശമാവില്ല അപ്പോൾ ഇത് ഫുള്ള് മമ്പാടന്മാരുതാണ് നമുക്ക് മമ്പാടന്മാരുത് നമുക്കൊന്ന് വേറൊന്ന് എടുക്കാനുണ്ട് അതുണ്ടല്ലേ ഇതൊക്കെയാണ് 35 മേനിക്കാണ് കേട്ടോ മൊയ്തീൻ്റെ പോത്തുകൾ ഏകദേശം അതിൻ്റെ താഴത്തേക്കൊക്കെ പോരും ഒന്നിച്ചൊക്കെ എടുക്കുമ്പോൾ കേട്ടോ
ഇതൊക്കെയാണ് നമ്മുടെ ചന്തയിലെ കാഴ്ചകൾ കേട്ടോ. ഈ വക സാധനങ്ങളൊക്കെ വേണമെങ്കിൽ ചന്തയിൽ കൊണ്ട് പോകുന്നോളി. നല്ല നല്ല ഏത് മോഡൽ സാധനം വേണം ആ സാധനം ഇവിടെ ഉണ്ടാവും കേട്ടോ. നമ്മുടെ ചട്ടിപ്പറമ്പ് എല്ലാ ഞായർ ദിവസങ്ങളിലും നടന്നു വരുന്ന ചന്തയാണ്. ഇവിടെ ഇങ്ങനെ ഒരു ചെറിയ കച്ചവടം നടക്കുന്നുണ്ട്. ഈ രണ്ടെണ്ണത്തിന് ഇട്ടാ കാക്കാനായിട്ടാ. ഈ രണ്ട് മൂരിക്കുട്ടിന്റെ കച്ചവടം കേട്ടോ. അത് കൊടുക്കി കയറ് കൊടുക്കും മുത്ത വാ കൊണ്ടേക്കോളി. എന്താണ് കുറച്ച് ജീവൻ കൂടുതലാണല്ലോ രണ്ടെണ്ണത്തിനും. ആ വേണ്ട നാണിന്റെ മാണിക്കക്കല്ലിന് കച്ചവടം പറയുന്നുണ്ട്. ഇന്നൊന്ന് അയിഞ്ഞോടുക്ക്. രണ്ട് കജ്ജി നീട്ടി വാങ്ങി. ഏയ് രണ്ട് കജ്ജി നീട്ടി വാങ്ങിന്ന്. ഏയ് അതൊരു മര്യാദയാ. അത് കൊണ്ടേക്കോളി ഇറങ്ങിക്കോളി. ഇനി ഇറങ്ങിക്ക് കൊണ്ടേ കെട്ടിക്കണി. 500 റുപ്യല്ലേ. 1.5 കിലോ അർച്ചിന്റെ കായില്ല. പോട്ടെ. എവിടെ അയാളൊന്നുമില്ലേ? ഏയ് അയാളെവിടെ വിളിച്ചു വെക്കണേ. അങ്ങനെയല്ല നിങ്ങൾ നാസാക്കിയാണ്. പോട്ടെ ഇങ്ങോട്ട് വാങ്ങി അയാൾ കൊണ്ടേക്കോട്ടെ. ആ ഒരു 500 റുപ്യക്ക് അയാൾ പറഞ്ഞ ഓൻ പറഞ്ഞാലും കേൾക്കും. നാളെ നേരം വെളുത്തിട്ടല്ലേ മറ്റേ ജീവനോടുണ്ടെങ്കിൽ വാങ്ങേണ്ടി. അപ്പോൾ അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ അടുത്തത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കാഴ്ചകൾ കേട്ടോ ചന്തയിലെ. ഇതൊക്കെയാണ് ചന്തയിലെ കാഴ്ചകൾ. പശുക്കളൊക്കെ ആ തലക്കലാണ്. നമ്മൾ രാവിലെ വീഡിയോ എടുത്തിരുന്ന്. അപ്പോൾ ആവശ്യക്കാർ എന്ത് ചെയ്യുക, ചന്തയിൽ കൊണ്ട് പോകുന്നോളി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മുതൽ തിരഞ്ഞ് സെലക്ട് ചെയ്തെടുക്കുക. പൈസ പോണത് കോയമ്പത്തൂർക്കാരെ മിഠായി വേണ്ടല്ലേ. 45,000 പറയുന്നത്. രണ്ടെണ്ണം 55 കൊടുക്കാറുണ്ട്. അല്ല ഒരു മാണി കൊണ്ടേ മതി. ഏൽപ്പിച്ച മുതലില്ല ഇവിടെ. ഏൽപ്പിച്ചണ്ട അതുകൊണ്ട് കുടുങ്ങിയ തരിയിലേക്ക് വിളിക്കല്ലേ. അനീഫാന്റെ ഒക്കെ അതേ സ്വഭാവം ഉണ്ടല്ലോ ഇതിന്. വെറുതെ ആ ടയറ് കത്തിക്കണ്ടല്ലോ. ഒന്ന് കൈ വെച്ച് കൊടുത്താൽ മതിയല്ലോ.